പലതരത്തിലുള്ള പ്രത്യേകിച്ച് ഭക്ഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള തമ്മിത്തല്ലുകളും കൂട്ടയടികളും കണ്ടുണ്ട്. പ്രത്യേകിച്ച് പപ്പടത്തെ ചൊല്ലിയും അതേപോലെ ലേസിനെ ചൊല്ലിയൊക്കെ അടികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ഈ അടി കൂടുന്നവരെയൊക്കെ പിടിച്ചു മാറ്റി അവരെ നേർവഴിക്ക് നയിക്കുന്നതാണ് പോലീസുകാർ അല്ലേ. അപ്പോൾ ഇത് പറയാനുള്ള കാരണം ഇപ്പോൾ പോലീസിനിൽ തന്നെ ഒരു ഭക്ഷണ കാര്യത്തിൽ ഒരു അടി നടന്നിരിക്കുകയാണ്. കൊച്ചി പള്ളുരുത്തി സ്റ്റേഷനിലെ വിരമിക്കൽ പാർട്ടിയിൽ ഹോം ഗാർഡുകൾ തമ്മിലാണ് ഈ അടി ഉണ്ടായത്. ബിരിയാണിയിൽ ചിക്കൻ കുറഞ്ഞു പോയതിനാണ് തമ്മിൽ തല്ല്. ജോർജ്, രാധാകൃഷ്ണൻ എന്നീ ഹോം ഗാർഡുമാരാണ് തമ്മിൽ തല്ലിയത്. സഹിനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. സഹിനെ, പ്രശ്നമായോ? സഹിനെ, കേൾക്കാമോ? തീർച്ചയായിട്ടും സേതു, തീർച്ചയായിട്ടും അത് വലിയ തമാശയായിരുന്നു. അല്ലെങ്കിൽ ഈ തമാശക്കാലൊക്കെ അപ്പുറം ഒരു ചിക്കൻ ബിരിയാണിയിൽ ഈ ചിക്കൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം അത് ഇത്രത്തോളം ഗുരുതരമായിരിക്കുമെന്ന് ഒരുപക്ഷെ ആ വിരമിച്ച പോലീസുകാരൻ പോലും കരുതിയിട്ടുണ്ടാകില്ല. പള്ളുരുത്തിയിലായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലായിരുന്നു. ഒരു SIയുടെ വിരമിക്കലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അവിടെ ഒരു വലിയ രീതിയിലുള്ള സ്വീകരണം നൽകിയിരുന്നു. അതിൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാനായി കൊടുത്തത്. പക്ഷേ രണ്ട് ഹോം ഗാർഡുകൾ ചിക്കൻ ബിരിയാണിയിലെ ചിക്കൻ്റെ അളവ് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലുകയാണ് ഉണ്ടായത്. ഒരാളുടെ പേര് ജോർജ് എന്നും മറ്റൊരാളുടെ പേര് ഒരു നിമിഷം ഈ രണ്ട് ഉദ്യോഗസ്ഥരായിരുന്നു. അതിൽ ഒരാളുടെ പേര് ജോർജ്, മറ്റൊരാളുടെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. ഈ രണ്ട് ഹോം ഗാർഡുകൾ തമ്മിൽ തല്ലുകയായിരുന്നു. ചിക്കൻ ബിരിയാണിയിലെ ചിക്കൻ്റെ അളവ് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞായിരുന്നു തമ്മിൽ തല്ല്. ഇതിൽ ഒരാൾ ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമ്മൾ പറയുമ്പോൾ ചിരിയൊക്കെ വരും, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം സേതു. രണ്ടുപേരും വന്നിട്ട് ഉച്ചയായപ്പോൾ കഴിക്കാൻ ചിക്കൻ ബിരിയാണിയിൽ ചിക്കൻ ഇല്ല എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലേണ്ടി വരികയും ഒപ്പം തന്നെ ചിക്കൻ ബിരിയാണി കഴിക്കാൻ കൊടുത്ത സങ്കടമാണ്. പക്ഷേ അത് ആ പാർട്ടി നടത്തിയ SIയുടെ അവസ്ഥ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം താൻ ഇത്രയും നാളും ഒരു സേനയിൽ ജോലിയെടുത്തു, അവസാനം അവിടെ നിന്നും പിരിഞ്ഞു പോകുന്ന ദിവസം ചിക്കൻ ബിരിയാണി കൊടുത്തപ്പോൾ അത് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഒട്ടും വിചാരിച്ച് കാണില്ല ഈ ചിക്കന്റെ പേരിൽ അവസാന ദിവസം ഇങ്ങനെ ഒരു കൂട്ടയടി കാണേണ്ടി വരുമെന്ന്. പിന്നെ ഇവരുടെ ഭാഗം ചിലപ്പം ഇമോഷണൽ ആയിക്കാണ്. കാരണം മനുഷ്യർക്കൊക്കെ, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒന്നാണല്ലോ ചിക്കൻ ബിരിയാണി. അപ്പോൾ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് ചെന്ന് ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു നോക്കുമ്പോൾ അതിൽ ചിക്കൻ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചെറിയൊരു ഇതൊക്കെ വരും. പക്ഷേ എങ്കിലും പോലീസുകാരാണ് ആത്മസംയമനം പാലിക്കേണ്ടതായിരുന്നു. ചിക്കൻ അല്ലേ, കിട്ടിയില്ലെങ്കിൽ മറ്റെവിടുന്നെങ്കിലും ചിക്കൻ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിക്കേണ്ടതായിരുന്നു. ശരി, സഹിന ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.